വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഹെൽത്തി സ്നാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. കുറഞ്ഞ ചേരുവ കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് പീനട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിത് 3 മുതൽ 5 മിനിറ്റ് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഇനി ആ സെയിം പാനിൽ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് 5 മുതൽ 8 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. കാരണം ആ ഒരു കളർ ചേഞ്ച് ആവുന്നത് വരെയും ആ ഒരു പച്ചമണം മാറി കിട്ടുന്നത് വരെയും ഗോതമ്പ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിലേക്ക് പീനട്ട്സ് അടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരത്തിനനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ശർക്കര മെൽറ്റ് ആവാൻ വേണ്ടി കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് പകരം വേണമെങ്കിൽ ശർക്കര പാനിയാണെങ്കിലും ചേർത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ശർക്കര ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തത്. പിന്നെ ഒരു 1/4 കപ്പ് പാലും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ ഈ ഒരു പാനിൽ നിന്ന് വിട്ട് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഫ്ലെയിം ഒരുപാട് കൂടാൻ പാടില്ല ഈ ഒരു ടൈമിൽ. ഇപ്പോൾ പാനിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചൂടോട് കൂടി തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലുള്ളൊരു ട്രേയിലേക്കാണ് മാറ്റുന്നത്. ഇനി സ്പാറ്റുല വെച്ച് തന്നെ നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലായിടത്തും ഒരു ഷേപ്പ് കിട്ടുന്നത് വരെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ വെളുത്ത എള്ളുണ്ടല്ലോ അതാണ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ടൊരു 20 മിനിറ്റ് വരെ സെറ്റ് ആവാൻ വെക്കുന്നുണ്ട്. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പുറത്ത് തന്നെ വെച്ചാൽ മതി. 20 മിനിറ്റ് ആകുമ്പം ഇത് നല്ലതുപോലെ ഒന്ന് സെറ്റായി കിട്ടും. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് പ്രസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ഒരു എള്ള് പുറത്തോട്ട് പോവാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാവുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.